വെൽക്കം ടു ആർ എൻ വ്ലോഗ്സ്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഭാസ്കരേട്ടൻ്റെ ഒപ്പം ഞാൻ എത്തിയിരിക്കുന്നത് ഒരു സ്ക്രിപ്റ്റ് രൂപത്തിൽ നമ്മൾ പുതിയൊരു പ്രോഡക്റ്റ് ഭാസ്കരേട്ടൻ്റെ ഒരു പുതിയ പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यम् दैवमान्निकम् उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्त त्रैलोक्यम् मङ्गलम् कुरु उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्त त्रैलोक्यम् मङ्गलम् कुरु. അച്ചാച്ചാ ദേ അവിടെ അവൾ പാമ്പ്. എവിടെ ദേ ഓക്കെ, ഭാസ്കരേട്ടനെ നമുക്ക് ആർക്കും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരുപാട് വീഡിയോകൾ ഭാസ്കരേട്ടൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. വീണ്ടും വീണ്ടും ആള് അത്ഭുതങ്ങൾ തന്റെ കൈവിരൽ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭാസ്കരേട്ടന്റെ അടുത്ത് ഞാൻ ഇന്ന് വന്ന് ആളുടെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ചെറിയ സ്ക്രിപ്റ്റ് മോഡലിലാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് ഭാസ്കരനോട് ചോദിക്കാം, ഇതിനു വേണ്ടി എന്തൊക്കെയാണ് ഭാസ്കരേട്ടൻ അതിനു വേണ്ടി എഫേർട്ട് എടുത്തു എന്നുള്ളത് ചോദിക്കാം. ഭാസ്കരേട്ട, ഇതെങ്ങനെയാണ് ഇതിന്റെ രൂപകൽപ്പന, ഇത് ഐഡിയ ഒക്കെ വന്നത്? ഇത് വാട്ടർ ട്യൂബ് ഉപയോഗിച്ച് അതിനെ വാൽഭാഗം ചെത്തിക്കളി, അതിനുശേഷം തുണി ചുറ്റി അതിൻ്റെ ഉടലിന്റെ ആകൃതിയാക്കും. പിന്നെ പത്തിക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഷീറ്റോ അല്ലെങ്കിൽ ഫിലിമായാലും കുഴപ്പമില്ല, കട്ട് ചെയ്തെടുത്തിട്ട് അത് തുണി ചുറ്റി മരപ്പൊടി ആണ് നമ്മുടെ ഒരു എന്താ പറയുക മാസ്റ്റർ പീസ് ആയിട്ടുള്ള. അതെ, അത് മരപ്പൊടി ഫെവിക്കോളും കൂടി കുടച്ചെടുത്ത് അതിന് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് തേച്ച് പിടിപ്പിച്ച് അതിന് രൂപം കൊടുക്കുക ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മറ്റു ഫിനിഷിങ് വർക്കുകൾ ചെയ്യും. അതിനുശേഷം പ്രൈമർ അടിക്കും. പിന്നെ പെയിന്റ് അത്യാവശ്യം കുട്ടിയൊക്കെ ഉപയോഗിക്കേണ്ടി വരും ഫിനിഷിങ്ങിന് വേണ്ടി. അതിനുശേഷം എല്ലാ വർക്കും കഴിഞ്ഞ് പ്രൈമർ അടിച്ച് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പാമ്പിൻ്റെ രീതിയിലുള്ള പെയിന്റിങ് വർക്ക് ചെയ്യും. അപ്പൊ ഇതിന്റെ ഈ കഴുത്തുണ്ടല്ലോ, ആ ഒരു പത്തി, ഈ പാമ്പിന്റെ ആ ഒരു പത്തി, അതെങ്ങനെയാണ്, ആ ഉടൽ എങ്ങനെയാണ് അതിന്റെ അത് കണക്ട് ചെയ്തിരിക്കുന്നത്? അതെങ്ങനെയാണ് അതിന്റെ ഇടയിലേ അത് എന്താ ഉദ്ദേശിക്കുന്നത്? തിരിയുന്ന
സിസ്റ്റാണോ ഉദ്ദേശിക്കുന്നത്? അതെ, തിരിയുന്ന സിസ്റ്റം. ആ, അത് ഒരു രണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് വെച്ച് ചെയ്യാറുണ്ട്. ഇത് ഈ വാട്ടർ ട്യൂബിന് ഇരിക്കുന്ന രണ്ട് അടപ്പ് മാതിരി, ആ അടപ്പിനെ ഹോളിടും. ആ ഹോളിട്ടിട്ട് ഈ ട്യൂബിലേക്ക് ഇറക്കി വെച്ച് അതിന് പശ വെച്ച് ഒട്ടിച്ചുറപ്പിക്കും. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഇങ്ങനെ തിരിയുന്നതിന് വേണ്ടി രണ്ടും കൂട്ടി റിവിറ്റ് ചെയ്യും. ആ സിസ്റ്റാണ് ചെയ്തിട്ടുള്ളത്. ആ സിസ്റ്റമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് അല്ലേ? ഇത് നല്ല എന്റെ ഉറപ്പോട് കൂടിയിട്ടല്ല ചെയ്തിട്ടുള്ളത്. നല്ല അതെ. നമ്മള് പെട്ടെന്ന് വീണ് കഴിഞ്ഞാൽ ഇല്ല, ഇല്ല. അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല. ഇതിപ്പോ വാർണിഷ് അടിച്ചല്ലേ, വാർണിഷ് അടിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി ബലവും. അപ്പോൾ മഴ കൊണ്ടായാലും പ്രശ്നമൊന്നും വരില്ല. പോരാടി ഞാൻ യുദ്ധഭൂമിയിൽ പടച്ചട്ടയില്ലാതെ തളർന്നു വീണു ഞാനാ യുദ്ധഭൂമിയിൽ. കൈത്താങ്ങിനായി ഞാൻ കൈ നീട്ടിയപ്പോൾ അവജ്ഞയുടെ വെറുപ്പിന്റെ തീനാളങ്ങൾ കണ്ടു ഞാൻ ആ ചുവന്ന കണ്ണുകളിൽ. അകന്നുപോയാർത്തിരമ്പൽ ഞാനേകനായി ചിറകറ്റു കിടന്ന യുദ്ധഭൂമിയിൽ. ഇന്നിതാ ഞാൻ വരുന്നു വീണ്ടും ആ യുദ്ധഭൂമിയിൽ, ഞാൻ പണിതീർത്ത പടച്ചട്ടയണിഞ്ഞുകൊണ്ട്. തിരയോ തിരകളോ ആഞ്ഞടിക്കുന്നില്ല, എതിർവരമ്പുകൾ വഴി കാണിച്ചു തന്നു. അതാണ് നേർവഴി, കാത്തിരിപ്പിന്റെ നേർവഴി. അറുത്തെറിഞ്ഞു ഞാനാ മൂർച്ചയേറിയ അവജ്ഞയുടെ വിദ്വേഷത്തിന്റെ കറപുരണ്ട കാരിരുമ്പിൻ മുൾമുനകൾ. ഇന്നിവിടെ നിൽക്കുന്നു ഞാൻ, ഇന്നിവിടെ നിൽക്കുന്നു ഞാൻ. എവിടെയാ കൈകൾ, എവിടെയാ കൈത്താങ്ങുകൾ? കനിവിന്റെ അലിവിന്റെ ദൃഷ്ടികൾ